സാധിക്കില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആ രണ്ട് മനോഭാവങ്ങൾ അപകടകരമാണ് ആ സ്റ്റാഫിനെ സംബന്ധിച്ച്. എൻ്റെ ഒരു 20 വർഷത്തെ ബിസിനസ് അനുഭവത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇടപെട്ടത് സ്റ്റാഫിൻ്റെ കൂട്ടത്തിലാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, സ്റ്റാഫിന് ഒരു 7ഓളം ടൈപ്പ് ഓഫ് മനോഭാവങ്ങൾ വരാറുണ്ട്. അതായത് ചില സ്റ്റാഫിനോട് എന്തെങ്കിലും പറയുമ്പോൾ പറയും, അയ്യോ അതെനിക്ക് സാധിക്കില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന 2 മനോഭാവങ്ങൾ എന്ന് പറയും. പിന്നെ ചില സ്റ്റാഫിനോട് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അവർ പറയും, ഞങ്ങൾ ചെയ്യാം കേട്ടോ. ചില ആൾക്കാർ പറയും, ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു തരണമെന്ന് പറയും. അതായത് ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ നമ്മളത് കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ട്രെയിനിങ് കൊടുക്കുമ്പം അവരെന്ത് ചെയ്യും, അത് ചെയ്യാൻ ശ്രമിക്കും. അത് ഭയങ്കര ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് അതെന്ത് ചെയ്യും, റിസൾട്ട് ഉണ്ടാവും. അത് നമുക്ക് അവരോടുള്ള ബന്ധങ്ങളും ഭയങ്കര അടുപ്പിക്കും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അത് റിസൾട്ട് ആയി കഴിയുമ്പം അവരുടെ ഒരു സന്തോഷമുണ്ട്, ഞങ്ങൾ ആ പറഞ്ഞ കാര്യം ചെയ്തിട്ടോ എന്ന് വളരെ സന്തോഷത്തോടെ പറയുന്ന ഒരു മനോഭാവം. ഇത് ഞാനിങ്ങനെ നമ്മൾ ഇത് ഘട്ടം ഘട്ടമായിട്ട് നോക്കുകയാണെങ്കിൽ 7 ടൈപ്പ് ഓഫ് മനോഭാവങ്ങളുണ്ട്. ഇതിനകത്ത് ആദ്യത്തെ 2 കാര്യങ്ങളില്ല, എന്തു പറഞ്ഞാലും അയ്യോ എന്നെക്കൊണ്ട് സാധിക്കില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആ 2 മനോഭാവങ്ങൾ അപകടകരമാണ് ആ സ്റ്റാഫിനെ സംബന്ധിച്ച്. അവർക്കത് ദോഷമായിട്ടേ വരുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും അവരോട് പറയും, നിങ്ങൾ ആ ചിന്ത മാറ്റ്, എന്നിട്ട് ഞാനൊന്ന് ശ്രമിക്കാം, എന്തു പറയുമ്പോഴും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് നിങ്ങൾ വാ എന്ന് ഞാൻ പറയാറുണ്ട്. നമുക്ക് അങ്ങനെ വരുന്ന ഈ മാറാൻ ശ്രമിക്കുന്ന സ്റ്റാഫിനെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ടുള്ള ഒരു നല്ലൊരു എംപ്ലോയി ആയി അവനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ അനുഭവം എനിക്ക് തെളിയിച്ചിട്ടുള്ളത്.